ഹലോ കൂട്ടുകാരെ, അപ്പൊ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അതിഥികളുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ എന്റെ അനിയന്റെ 2 മക്കളാണ്. നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ അവർ വന്നിട്ടുള്ളതാണ്, പ്രിൻസിയും പ്രിൻസും. അപ്പോ നമ്മുടെ വാവക്കുട്ടന് വേണ്ടിയിട്ട് എന്താ കൂട്ടുകളിക്കാനും കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് 2 പുതിയ അതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ അത് മാത്രമല്ലാതെ ഞങ്ങൾക്ക് ചെറിയൊരു വിശേഷം കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രചോദനം കൊണ്ടും നിങ്ങൾ ഒരുപാട് പേര് നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വന്നൊരു ഐഡിയയില് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പ്രചോദനം തന്നത്, സപ്പോർട്ട് തന്നത്, അല്ലെങ്കിൽ തള്ളു തന്നതെന്ന് വെച്ചാൽ നമ്മളെ നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറച്ച് മഹാന്മാരും മഹതികളും. കാരണം വെച്ചാല് പണിയെടുത്ത് ജീവിക്കടാ, വേലയെടുത്ത് ജീവിക്കടാ, ജീവിക്കടാ. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ച സംഭവം എന്താന്ന് വെച്ചാല് മേലനങ്ങി അങ്ങോട്ട് ഇനി അങ്ങ് ജീവിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മേലനങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമേ ചെയ്യാൻ പോയ ഒരു കാര്യമാണ് ഇത്. നമ്മള് അഹങ്കാരം കൊണ്ടൊന്നും പറയുന്നില്ല കേട്ടോ, നമ്മളത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ അതുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ട് ഓൺലൈനായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വീട്ടിലിരിക്കുകയാണ്, എന്തായാലും കുറച്ച് നാളെ തന്നെ എന്തായാലും പുറത്തു പോയി ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്തായാലും വെറുതെ ഇരിക്കില്ല, അപ്പം അവക്കൊരു ചെറിയ വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിനു വേണ്ടിയിട്ട് അവക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുത്ത കുറച്ച് സാധനങ്ങളാണ്. അപ്പം എന്താ പറയുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ സംഗതി എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യമേ കുട്ടികളുടെ ഫ്രോക്കാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ, ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടല്ലേ. ഇതാണെങ്കിൽ നല്ലൊരു മെറ്റീരിയലാണ്. ഓൾറെഡി കടയിൽ നിന്നോണ്ട് ഷിഫോൺ മെറ്റീരിയൽ വരുന്നത്. പക്ഷെ കുട്ടികളുടെ ദേഹത്തിന് കുഴപ്പമില്ല, നല്ല എന്താ പറയുന്നത്, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്രോക്കാണ്. ഞാൻ ബേബി ഷോപ്പിലൊക്കെ നിന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുട്ടികൾക്കൊക്കെ എങ്ങനെയുള്ളതാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് കുറച്ച് എടുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് കൊതി വരും. ഇവിടെ പെൺകുട്ടിയാണ് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരുക്കൊണ്ടൊക്കെ നടക്കണം വിചാരിച്ചു. അപ്പം ആദ്യം നമ്മള് കുട്ടികളുടെ കുറച്ച് ഫ്രോക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാട്ടോ. പിന്നെ അതിന്റെ കുറച്ച് വെറൈറ്റി കളറുകളും ഉണ്ട് കേട്ടോ. അതിന്റെ കളർ ചേഞ്ച് സൈസും ഉണ്ട് കേട്ടോ. നമുക്കിത് 16 തൊട്ട് 22 വരെയുള്ള സൈസ് ഉണ്ട്. ഇത് അതിന്റെ മെറൂൺ ആണ്. പക്ഷെ വീഡിയോയിൽ കാണുന്ന കുറച്ച് റെഡ് പോലെ തോന്നുന്നുണ്ട്. മെറൂൺ ആണ്. പിന്നെ ഇതിന്റെ ഒരു വേറൊരു കളർ ഉള്ളത് വെച്ചാല് നേവി ബ്ലൂ അല്ലേ? നേവി ബ്ലൂ. പിന്നുള്ളത് നേവി ബ്ലൂ ആണ്. ഇല്ലേ, എന്ത് ഭംഗിയുള്ള ഫ്രോക്കുകളാണെന്ന് നോക്കി. ഇവിടെ ഒരാള് വന്നത് കണ്ടു എനിക്ക് പാവമാവുന്നു. അപ്പോ ഇതൊക്കെ നിങ്ങൾക്കാണെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ. അതുപോലെ തന്നെ വേണ്ട ഡ്രസ്സുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലോട്ട് അയക്കുകയോ മറ്റോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്പർ തരാം, കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഫ്രോക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്താൽ മതി. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറുമാണ്. ഇത് എന്തോ പറഞ്ഞു, ഞാവൽപ്പഴത്തിന്റെ ഒക്കെ ഒരു കളറ്. നമ്മുടെ മുന്തിരിയുടെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു കളറാണ്. താഴെ വന്ന നെറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് സാധനങ്ങളൊന്നും വെച്ച് നമ്മൾ ഹാങ് ചെയ്ത് കുറച്ച് നമ്മൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊക്കെ സഹകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ലൊരു ഫ്രോക്കാണ്. ഇതിന്റെയും കുറച്ച് കളർ ചേഞ്ച് ഉണ്ട്. അല്ലാതെ എടുത്ത് കാണിക്കുക. ഇത് അതിന്റെ റെഡ് ആണ്. ഇത് അതിന്റെ ഒരു മയിൽപ്പീലി കളർ. വീഡിയോ കാണുമ്പോ നീലയാണ്, പക്ഷെ ഒരു മയിൽപ്പീലി കളറാണ് വന്നിട്ടുണ്ട്. പിന്നുള്ളൊരു ഫ്രോക്ക് എന്ന് വെച്ചാല് ഈ ടൈപ്പാണ്. ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് വലിയ വിലയൊന്നുമില്ല കേട്ടോ, വളരെ തുച്ഛമായുള്ള വിലയൊക്കെ ഉള്ളൂ. 250, 300 ആ ഒരു റേറ്റേ ഉള്ളൂ. കാരണം പോലെയുള്ള സാധാരണക്കാർക്കും വാങ്ങിക്കണമല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 250, 300 ആ ഒരു റേറ്റുള്ള ഫ്രോക്കുകളൊക്കെ എടുത്തേക്കുന്നത്. കണ്ടില്ലേ, സ്റ്റോൺ വർക്കും ഉണ്ട്, ത്രെഡ് വർക്കും വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അതിന്റെയും കളർ ചേഞ്ച് ഉണ്ട്, യെല്ലോ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെയും നമുക്ക് 16 തൊട്ട് 22 വരെയുള്ള സൈസുകളുണ്ട്.
അപ്പം ഫ്രോക്കുകൾ വേണ്ടവര് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഫ്രോക്ക് വന്നിട്ട് അത് കാണിച്ചില്ലേ? ഇല്ലല്ലോ, കാണിച്ചായിരുന്നു. അത് കാണിച്ചാണ്. ഇതിന്റെ കളർ ചേഞ്ച് അല്ലേ? പിന്നുള്ളതെന്ന് വെച്ചാല് ചെറിയ സൈസ് ടോപ്പുകളാണുള്ളത്. ഇപ്പം എന്താ പറയുക, 15 വയസ്സ് 14 വയസ്സ് അതുപോലെ തന്നെ 17 വയസ്സുള്ള ചിലർക്കൊക്കെ വെച്ചാല് ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ടോപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ പോലുള്ളവർക്കാണ്, എന്നെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ടോപ്പുകളാണിത്. ചെറിയ അളവ് ടോപ്പുകൾ കണ്ടില്ലേ? അതിന്റെ ചെറിയ അളവ് ടോപ്പാണ്. കളർ ഇത് 36 സൈസ്, അത് 34, 34, 36, 32, 37, 36 ഇങ്ങനെ 3 സൈസാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വേറെ കളർ ഉണ്ട്. ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഇട്ടേക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇതിന്റെ വേറൊരു കളറാണ് വിളിച്ചേക്കുന്നത്. അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. അതിന്റെ നേവി ബ്ലൂ ആണ് കളർ വരുന്നത്. കണ്ടേ, സൈസ് ഡിഫറൻസും ഉണ്ട്. കണ്ടില്ലേ? മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആട്ടോ, സോഫ്റ്റ് ആണ് ഇടാനായിട്ട്. എന്നുവെച്ചാല് എന്താ പറയാ, അങ്ങനെ ചൂടെടുക്കുന്ന ടൈപ്പുള്ള മെറ്റീരിയൽ ഒന്നുമല്ല. നമ്മൾ മാക്സിമം റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ആവണം, അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടാവണം. എടുക്കുന്നവർക്ക് അല്ലെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അയ്യോ ഇത് മേടിച്ചുകൊണ്ട് നഷ്ടമായി പോയി എന്ന് തോന്നുകയും ചെയ്യരുത്. അപ്പൊ ആ രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ടോപ്പുകളാണ്, വലിയവരുടെ ടോപ്പുകളാണ്. കോട്ടൺ ആണ് മെറ്റീരിയല്. കോട്ടൺ മെറ്റീരിയൽ ഇതിനകത്താണെങ്കിൽ എന്താ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കാണ്. കോട്ടൺ ത്രെഡ് വർക്ക് അല്ലേ? ത്രെഡ് വർക്ക് ചെയ്തേക്കാണ്. നല്ല മെറ്റീരിയലാണ്, കളർ പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ ഒന്നുമല്ല. ഞാനിവിടെ എടുത്തോണ്ട് വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇത് ഉപയോഗിക്കാൻ കൊടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് കൊടുത്തു. ഇവർക്ക് ഇതൊരെണ്ണം കൊടുത്തതുപോലെ ഇതൊരെണ്ണം ഞാൻ അമ്മയ്ക്കും കൊടുത്തു. കാരണം നമ്മൾ അതിന് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള അറിയണമല്ലോ. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ തന്നെ വന്നേക്കുന്നത്. ഇത് എക്സല്, അതിന്റെ എക്സല്, ലാർജ്, മീഡിയം അങ്ങനെയാണ്. ഇത് അതിന്റെ ചില്ലി റെഡ് കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ടൈപ്പ് ഇതിന്റെ ബ്ലാക്ക് പോയിട്ടുണ്ട്. ബ്ലാക്ക് അമ്മയ്ക്ക് കൊടുത്തു. 1-2 പീസുകളൊക്കെ സെയിലായി പോയി. കുടുംബത്തിൽ ചേച്ചിമാരൊക്കെ ഉണ്ട്, അപ്പൊ അവരൊക്കെയാണ് കുറച്ച് എടുത്തിട്ടുണ്ട് സംഗതികള്. പിന്നെ അടുത്ത ടോപ്പ് വന്നിട്ട് ഇത് ഡബിൾ എക്സലിന്റെ ഒരു ടോപ്പാണ്. ഡബിൾ എക്സൽ ആണ് ടോപ്പ് വരുന്നത്. ഇത് ഡബിൾ എക്സൽ ആണ്. ഇത് എന്താ പറയുന്നത്, നമ്മുടെ ഷിഫോൺ ടൈപ്പ് അല്ല, ഷിഫോൺ അല്ല, പോളിക്കോട്ടൺ എന്നാണ് പറയാം. പോളിക്കോട്ടൺ മെറ്റീരിയൽ ആണിത്. നല്ല പടി പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ ചെറിയ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൈയിലൊക്കെ. ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 200 രൂപയുള്ളൂ. വളരെ വിലക്കുറവിലാണ്. ഞങ്ങൾ മാക്സിമം വിലക്കുറവിലാണ് തുണി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത്. മെറ്റീരിയൽ നല്ല രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. പോളിക്കോട്ടനാണിത്. 200 രൂപ വരും. ഡബിൾ എക്സൽ ആണ് സൈസ്. ഇതിന്റെ ഒന്നൊരു ഗ്രീനും പിന്നുള്ള ഒന്നൊരു വയലറ്റ് കളറുമാണ്. ബാക്കി ഇതിന്റെ സെയിലായി പോയി. എന്നുവെച്ചാല് കുടുംബശ്രീ ചേച്ചിമാരുണ്ട് കുറച്ച്, അന്നേരം അവരൊക്കെ വന്നിട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഈ ഒരു ടോപ്പാണ്. ഈ ഒരു ടോപ്പാണ് പിന്നുള്ളത്. കണ്ടില്ലേ? നല്ല ഡിസൈൻ അല്ലേ? നല്ല കളറാ, നല്ല കളറാണ്, നല്ല ഡിസൈനും ആണ്. എനിക്ക് പാവമല്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തേ. നല്ല ഡിസൈൻ വന്നിരിക്കുന്നത്. വൈറ്റ് പാന്റ് ഷോൾ ഇട്ടാ നല്ലായിരിക്കും. ഇതും കോട്ടൺ ആണ്. ഇവിടെ ഒരു സീക്വൻസ് വർക്ക് വന്നു. സീക്വൻസ് ആണ് ത്രെഡ് ആണോ? ത്രെഡ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സല്, ലാർജ്, മീഡിയം സൈസ് ഉണ്ട്. അപ്പം ആവശ്യമുള്ള മീഡിയം ഉണ്ടോ? മീഡിയം ഉണ്ട്. 300 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. വെറും 300 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക. അപ്പോ അതിന്റെ വേറെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ഉണ്ട്, നേവി ബ്ലൂ അല്ല, റോയൽ ബ്ലൂ ആണ്. റോയൽ ബ്ലൂ ഉണ്ട്,
പിന്നെ ഒരു ഓറഞ്ചും അല്ല പീച്ചിന്റെ ഡാർക്ക് കളർ. പീച്ചിന്റെ ഡാർക്ക് എന്ന് പറയാം, ഒരു ഓറഞ്ച് എന്നൊക്കെ പറയാം, ഒരു വല്ലാത്തൊരു കളറാണ്. വല്ലാത്തൊരു കളർ അങ്ങനത്തെ അതുപോലെ. പിന്നുള്ള ഒരു ടോപ്പ് എന്ന് വെച്ചാല് വേണ്ട, ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെയാണ്. അതായത് ഇപ്പൊ ഇവിടെ ഇട്ടേക്കുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ്, എന്നാൽ പക്ഷെ അത്രയും സോഫ്റ്റ്, ഒരു ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. തുണി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ലാർജ് സൈസ് ആണിത്, കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. വെറും 260 വരെയുള്ളു. കണ്ട, ഇത് എക്സൽ ആണ്, ഇത് അല്ല ലാർജ് ആണ് എഴുതിയേക്കുന്നതെങ്കിലും പക്ഷെ ഇത് കണ്ടിട്ട് എക്സലിന്റെ അളവാണ് തോന്നുന്നത്. എനിക്ക് കടയിൽ നിന്ന് പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞാണ്, ചെറിയൊരു എക്സൽ അളവ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ബ്രാൻഡുകൾ മാറുമ്പോഴത്തേക്ക് ചില സൈസിന് വ്യത്യാസം വരുന്നുണ്ട്, അതിന്റെ ആയിരിക്കാം. പക്ഷെ നല്ല മെറ്റീരിയൽ ആണ്. കണ്ടില്ലേ, കൈയൊക്കെ നല്ല പത്തടിച്ച് 3/4 കൈയാണ് വന്നിട്ടുണ്ട്. ഭയങ്കര സംശയം, എന്താണ് കട്ടുള്ളതാണോ ശരിക്കും? അതിന്റെ ഒരു കളർ പിങ്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, പിന്നുള്ളത് ഇത് ഏത് കളർ എനിക്ക് മനസ്സിലായില്ല. നേവി ബ്ലൂ അല്ല, പക്ഷെ മറ്റൊരു കളറാണ്. ക്യാമറയിൽ കാണിച്ചു കൊടുത്ത അടുത്തോട്ട് ഇത് ഒരു നമ്മുടെ ആകാശ നീല അതുപോലത്തെ ഒരു കളർ, അതുമല്ല, ഒരു വല്ലാത്തൊരു കളറ്. അപ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക. പിന്നുള്ള വെച്ചാൽ നൈറ്റികളാണ് കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റികളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ചുരിദാർ, ടോപ്പ് മോഡലുള്ള നൈറ്റിയാണ്. ഇതിന്റെ ഡിസൈൻ തന്നെ കണ്ടില്ലേ, സൂപ്പർ അല്ലേ, നല്ല വെറൈറ്റി ഇട്ട് നോക്കിച്ചേ, ഇട്ടോ കണ്ടാ അത് വെച്ചാൽ സൂപ്പർ അല്ലേ. വെറും 300 രൂപയുടെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, സ്ട്രോങ് കോട്ടൺ മെറ്റീരിയൽ ആണ്. വെറും 300 രൂപ. ഈ കാട്ടാൻ കാണിച്ച ഇങ്ങനെ കാണിച്ചത് കീറും ചുമ്മാ നല്ല ക്വാളിറ്റി ഉണ്ട്, അങ്ങനെയൊന്നും കയറത്തില്ല. അതിന്റെയും കുറച്ച് വെറൈറ്റി കളറുകളുണ്ട്. അത് കുറെ സെയിലായി പോയി. ഇവിടെ വന്ന് കുടുംബശ്രീ ചേച്ചിമാര് കുറെ എടുത്ത് അങ്ങനെ ആണിക്ക്. ഇത് അത് നല്ല കളറാ, ഒരു ഓറഞ്ച് ഷെയ്ഡ്. എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇതിന്റെ സൈസ്. ഇത് അതിന്റെ വേറൊരു കളറാണ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീൻ അല്ല, ഒരു പിസ്ത ഗ്രീന്റെ ഒരു ഡാർക്ക് പോലത്തെ ഒരു ഗ്രീൻ ആണ് എന്നാ, പക്ഷെ അതിലൊരു ഗ്രീൻ കളർ ഉണ്ട്. പിന്നെ ഒരു മഞ്ഞ വേറൊരു രീതിയിലുള്ള എന്റെ ഫേവറേറ്റ് കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കളർ. അപ്പം ഈ 4 കളറാണ് ഇപ്പൊ ക്യാമറയിൽ ഇത് ഭയങ്കര കളർ, അത്രയും കളറില്ല. പിന്നെ ഉള്ള ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ സെയിലായി പോയി, ഇതും സെയിലായി പോയി കുറച്ചൊക്കെ. ഇതാണ് പിന്നുള്ളൊരു വെറൈറ്റി നൈറ്റി. ഇത് വെറും 280 രൂപയുള്ളു. ഇതിന്റെ പക്ഷെ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ബാക്കി സെയിലായി പോയി. അതായത് എക്സൽ സൈസ് മാത്രമേ പോയി. 280 രൂപയുള്ളൂ. പക്ഷെ നല്ല വെറൈറ്റി ഡിസൈൻ ഇല്ലേ. നമ്മൾ എടുത്തേക്കുന്ന എല്ലാം ടോപ്പ് മോഡലുള്ള നൈറ്റികളാണ് എടുത്തേക്കുന്നത്. കാരണം പലർക്കും പല ഇഷ്ടങ്ങളില്ലേ. ഇപ്പം ഞാൻ എടുക്കാൻ പോയപ്പോ തന്നെ അമ്മ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഞൊറുകൊള്ളൊന്നും എടുക്കരുത്, ഇവളും പറഞ്ഞു അങ്ങനത്തെ ഒന്നും എടുക്കില്ല. അപ്പം ഒരുപാട് ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ പലരും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെയൊക്കെ ആയിരിക്കില്ല. അപ്പം അങ്ങനെ എടുക്കുകയാണ്. വെറും 280 രൂപയുടെ നല്ല മെറ്റീരിയൽ ആണ്, കോട്ടൺ ആണ്. ചൂടെടുക്കുന്ന ഒന്നും പേടിക്കണം, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിന്റെ ഒരു കളറാണ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിലായി പോയി. ഈ 2 പീസും കൂടെ ഉള്ളു, ബാക്കി എല്ലാം പോയി സെയിലായിട്ട്. എക്സലാണ്, രണ്ടും ഇരിക്കുന്ന എക്സലാണ്. അതിന്റെ ബ്ലാക്ക് ആണ് ഇതിലേക്ക്. നല്ല ഡിസൈൻ ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നുള്ളൊരു വെറൈറ്റി നൈറ്റി ഗ്രീൻ അല്ല, ഇത് പിസ്ത ഗ്രീൻ ആണ്. പിസ്ത ഗ്രീനകത്ത് ഡാർക്ക് ഗ്രീനും ഡാർക്ക് വൈറ്റിനും ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് മോഡലുള്ള നൈറ്റിയാണ്. അതിന് പ്യുവർ കോട്ടൺ ആണ്. ചൂടൊന്നും എടുക്കത്തില്ല, നല്ല അടിപൊളി കോട്ടൺ ആണ്. ക്വാളിറ്റി ഉണ്ട്. അതില്ലേ ഇതും ഇനിയുള്ളത് ഇത് ഡബിൾ എക്സൽ ഒക്കെ ഇരിക്കുന്നത്. ഇതിന്റെ ബാക്കിയെല്ലാം സെയിലായി പോയി. ഡബിൾ എക്സൽ ഇരിക്കുന്നത്, പക്ഷെ ഡബിൾ എക്സൽ ആണ് എക്സലുകാർക്ക് ഒക്കെ ചേരും കേട്ടോ. ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ്, കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇതിന്റെയും കുറച്ച് ലാവൻഡർ കളർ 2 ഇതേ ഉള്ളൂ. അതിന്റെ 2 പീസ് ആയിരിക്കുള്ളൂ. ഇത് ലാവൻഡർ ആണ്. ഈ ലൈറ്റ് വെയിറ്റ് അടിക്കുന്നോണ്ടാണ് മനസ്സിലാവാത്തത്. നിങ്ങളുടെയൊക്കെ മുഖം മറക്കേണ്ട. ലാവൻഡറും ഇത് വേറെ ഒരു ബ്രൗൺ അല്ല, ചന്ദന കളർ. ചന്ദന കളർ, ഓഫ് വൈറ്റ് കളർ.
ഇതും വെറും 300 രൂപയുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ആണ്. അപ്പോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോറയെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എന്താ പറയുന്നത് ഓർഡറുകൾ ഡോറയ്ക്ക് കൊടുക്കുക. അപ്പോ ഡോറയെ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്തോലെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു ചെറിയ സംരംഭം നിങ്ങൾ വിജയിപ്പിക്കുമെന്ന് വിജയിപ്പിക്കണേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പോ നമ്മൾ പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞ എല്ലാ മാന്യന്മാരായിട്ടുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒരുപാടധികം നന്ദിയുണ്ട്. കാരണം നിങ്ങളൊക്കെ വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള കച്ചവടം കാര്യങ്ങൾ നോക്കിക്കൂടെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം എനിക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് പല കാര്യത്തിനും സമയം കിട്ടാറില്ല. എനിക്ക് പക്ഷെ പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്ന ഒരാളാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ലോട്ടറി ഓഫീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് അങ്ങനെ വണ്ടിയുണ്ട്. അപ്പൊ ഞാൻ കുറെ വർഷം അങ്ങനെ പോയി ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ച് ജോലി നോക്കിയതാണ്. ഇവിടെ വെച്ച് ജോലി നോക്കിയേണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ലേറ്റ് ആവും. 9 മണി വരെ ഉള്ളതുകൊണ്ട് അമ്മയിച്ചാനും പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഓച്ചിറ പോലീസിൽ ജോലി കിട്ടിയതാണ്. പക്ഷെ അത് ആ സമയത്താണ് പ്രഗ്നന്റ് ആവുന്നത്. പിന്നെ വിചാരിച്ച് പോകണ്ടെന്നുള്ളത്. പിന്നെ എന്നാലും എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യണം എന്നാട്ടെ എന്റെ ആഗ്രഹം. പിന്നെ എനിക്ക് ഇല്ല, എനിക്ക് ഒരു ഗവൺമെന്റ് ജോലിയും വേണമെന്ന് എന്റെ ഭയങ്കര ഡ്രീമാണ്. അപ്പൊ അതിനൊക്കെ മുന്നോടിയായിട്ട് ഇപ്പൊ തൽക്കാലം കുറച്ച് നാളത്തേന് റെസ്റ്റ് അല്ലേ. എന്തായാലും കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കച്ചവടം ആയതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, വേറൊരു ചെറിയ സെറ്റും കൂടെ അത് നിങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. കൊടുക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ ലെവലൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതൊന്ന് വിജയിപ്പിച്ചു കൊടുക്കുക. അപ്പൊ വിജയിപ്പിക്കൂലേ ചോദിച്ചേ? ഒട്ടും ചോദിക്കത്തില്ല. എന്റെ പുറകെ മറയുന്നു. ഭയങ്കര നാണക്കാരിയാ കേട്ടാ. അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചെറിയൊരു വിശേഷമാണ് നിങ്ങളായിട്ട് പങ്കുവച്ചത്. അപ്പോ ഇതുപോലെ നമ്മള് തുടർച്ചയായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻസുമായിട്ട് നമ്മുടെ ഡോറ ദ ഫേമസ് മോഡൽ മിസ് അശ്വതി സെബാസ്റ്റ്യൻ വരുന്നതായിരിക്കും. അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുമണിയെ ചോദിക്കാൻ. നമ്മുടെ കുഞ്ഞുമണി ഉറങ്ങുവാണ്. മോൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെ അവന്റെ കാര്യങ്ങള്. മോൻ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ ഈ കുശാമന്തി എല്ലാം അത് പകല് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. പകൽ ഇന്ന് ഒത്തിരി തിരക്കുണ്ടായിരുന്നു. നമുക്കൊരു മരിപ്പും കാര്യമൊക്കെ വന്ന് ഭയങ്കര തിരക്കായി പോയി. കുറെ ഇന്ന് യാത്ര ചെയ്തു. നേരം വെളുത്തപ്പോ ഒരു 7-8 മണിയായപ്പോ ഞാൻ വണ്ടി കയറിയിരുന്നത്. ഞാനിപ്പോഴാണ് കട്ടിലേ വന്നിരിക്കുന്നത്. അന്നേരം ഇട്ടിരുന്ന ഡ്രസ്സ് ഒന്ന് ഊരി മാറ്റാൻ പോലും സമയം. ഉച്ചക്ക് വന്ന് ഇവിടെ കിടന്നില്ലല്ലോ. കിടന്നോ? ഇല്ല. ഉച്ചക്ക് വന്ന എപ്പോഴാണ് വന്ന? 3:30 വന്ന ഒരു ഇച്ചിരി ചോറും കഴിച്ചിട്ട് വീണ്ടും ഞാനാണ് ഓച്ചിലായി പോയി മരിപ്പ് വീട്ടിലോട്ട്. ഒന്ന് കിടന്നെന്ന് ഞാനൊന്ന് കിടന്നായിരുന്നു, അത് പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ ചെറിയൊരു കുട്ടി ബ്ലോഗ് ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമന്റ് ചേച്ചി നമ്മുടെ മറ്റേ ചേച്ചിയുടെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ. നമുക്ക് കമന്റ് സ്ഥിരമായിട്ട് ഇട്ട് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്ന ചേച്ചിയുടെ ചെറിയൊരു വിശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മള് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മള് വരുന്നതാണ്. കാരണം ചേച്ചിയെ നമ്മളൊന്ന് അരച്ച് കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മറക്കല്ലേ. ഇതിനും ചേച്ചി ഒന്നും നെഗറ്റീവ് തുടങ്ങിയ അമ്മ വന്നിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോ വന്നമ്മ. കുറച്ച് നേരത്തെ വരണ്ടേ. ചങ്ങന്മാരെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെ. ഞങ്ങൾക്കിവിടെ നല്ല സുഖം, പരമസുഖം. ഞങ്ങൾക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞുവാവെ കിട്ടി. അത് നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി. അമ്മ നമ്മുടെ ഡ്രസ് തൊഴിലിൽ നിക്കുക. ഇപ്പം നമ്മുടെ ഡ്രസ്സുകള് എല്ലാരും വാങ്ങിക്കണം. ഡ്രസ്സുകളൊക്കെ കണ്ടല്ലോ, വാങ്ങിക്കണം പറ. എല്ലാരും വാങ്ങിക്കണേ, സപ്പോർട്ട് ചെയ്യണം പറ. ഞങ്ങളെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാരും വാങ്ങിക്കണം. നിങ്ങളെല്ലാവരും വാങ്ങിക്കോടെ കണ്ടു വേണം ഓരോരുത്തരും വാങ്ങാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. മൈക്ക് കൂടി. മൈക്ക് എന്റെ കയ്യിലായിരുന്നു. ഞാൻ മൈക്കും വെക്കണോ? മൈക്കും വെച്ചെന്റെ സ്റ്റേജിൽ കയറുന്നത് പോലെ മൈക്ക് പിടിയും വേണ്ട. നമുക്ക് പാടിയാൽ ശരിയാവത്തില്ല. അതിലത്തങ്ങനെ വല്ല പോത്തോ പശുവോ നിപ്പുണ്ടെ അതങ്ങൾ രാത്രി ഓടിക്കളയും. എന്തിനാ അതിനൊക്കെ പോകുന്നത്? പിന്നെ നമ്മൾ ഓടാൻ നിക്കണം അവരെ കൂടെ പിടിച്ചു കെട്ടാനായിട്ട്. പിന്നെ അയലുകാർ കിടത്തുവോ അവരെ പശുവിനെയൊക്കെ നമ്മൾ ഓടിച്ചെന്ന് പറയത്തില്ലേ. അപ്പൊ അതുകൊണ്ട് വേണ്ട. അപ്പൊ നമുക്ക് നല്ല നല്ല കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഓക്കെ. അങ്ങ് ശരിക്കും മടക്കിച്ച. അപ്പം ഡ്രസ്സെല്ലാം എല്ലാം കാണിച്ചു. എന്റെ കൊച്ചുങ്ങള് ചിരിക്കുന്ന. കൊച്ചുങ്ങൾ ഇവിടുന്ന് പോയിട്ട് വയനാട്ടിൽ പോയിട്ട് അവരുടെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് അവര് ഹാപ്പി ആയിട്ട് ഇപ്പം
ഇവിടേക്ക് വന്നു. തിങ്കളാഴ്ച തൊട്ട് എല്ലാ കുട്ടികൾക്കും സ്കൂൾ തുറന്ന് 2 ആഴ്ചയായി. പക്ഷെ നമ്മുടെ കൊണ്ടുവന്ന ലേറ്റ് നമ്മുടെ കുട്ടികൾക്ക് മാത്രം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നത്. അപ്പം തിങ്കളാഴ്ച അവർ സ്കൂളിലേക്ക് യാത്രയാവാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം അവർക്ക്. സർക്കാരിന്റെ കൊച്ചുമക്കൾക്ക് പോലും കാണൂല ഇത്രയും വലിയൊരു സന്തോഷം കേട്ടാ. അപ്പം ഓക്കെ. അപ്പൊ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും കൂടി മാവേലി നാട് കാണാൻ വരുന്നത് പോലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരും, വന്ന് 2 വർത്താനം പറയും, ഞാനങ്ങ് പോവും എന്ന് പറയുന്ന. ഇനി നമുക്ക് അടുത്ത ഇടവേള ഇനി അടുത്ത സമയത്ത് നമുക്ക് കാണാം. അമ്മ എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പെട്ടെന്നുള്ള ഇത് വന്നപ്പോഴത്തേക്ക് എന്ത് പറയണം എന്ന ഒരു ടെൻഷൻ. അതുകൊണ്ട് വേണ്ട, അതിന് മാത്രം എന്നെ കിട്ടത്തില്ല. നന്നായിട്ട് പാട്ട് പാടും. ഞാൻ അമ്മയും കൂടെ പാടാം. ശരിയാവില്ല, പാടിയാലേ. നമ്മുടെ പാട്ട് പാടുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ചുമ്മാതെ ഫ്രണ്ട്സെ കഴിഞ്ഞ ദിവസം കൊച്ചിനെ പിടിച്ചോണ്ട് ചുമ്മാതെ ചങ്ങാതി. അല്ല പോട്ട് മോനെ, നമ്മൾ ഈ അല്ല നമ്മൾ ഈ തൃശ്ശൂരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിന്നൊക്കെ വിളിച്ചുള്ള ആ ഒരു കേൾവിയും പരിചയവും ഉള്ളതുകൊണ്ട് എന്റെ മരുമോൾ ഇവിടെ താമസത്തിന് വന്നിട്ട് 2 വർഷം ആയിട്ടില്ല. ഞാന് തൃശ്ശൂര്, കോഴിക്കോടൊക്കെ 8, 9, 10 വർഷം കൊണ്ട് ഞാൻ ആ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് നടക്കുന്നുണ്ട്. സോറി, ആ നാട്ടിലെല്ലാം പോയി ജോലി ചെയ്തു. അങ്ങനെയൊക്കെ എല്ലായിടമായിട്ട് സൗഹൃദമായിട്ട് നിൽക്കുന്ന. അമ്മക്ക് ഇവിടെ അമ്മായിയമ്മ മരുമോളൊന്നും ഇല്ല, കൂട്ടുകാരാ. ഇവിടെ അമ്മായിയമ്മയാന്നോ മരുമോളാന്നോ. അമ്മായിയമ്മ പോരെടുപ്പ്. മരുമോക്ക് അമ്മായിയമ്മയെ കണ്ടുകൂടാ, അമ്മായിയമ്മയ്ക്ക് മരുമോളെ കണ്ടുകൂടാ. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങള് ചുമ്മാതെ എന്റെ മക്കള് 3 പേർക്കും ഞാൻ ഏകദേശം ഇവരൊക്കെ ഒരു കെട്ടുപ്രായമൊക്കെ കഴിയുന്നതിന് മുമ്പ് വരെയും ഞാൻ അവർക്ക് കൂട്ടുകാർ തന്നെ ആയിരുന്നു. ഇപ്പൊ അവര് കല്യാണമൊക്കെ കഴിച്ച് സ്വന്തം കാലിൽ നിൽക്കേണ്ടയൊക്കെ മക്കളെ വന്നപ്പോഴത്തെ ഞാൻ സ്വയം അങ്ങ് മാറിക്കൊടുത്തേ. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. എന്നാലും ഇപ്പോഴും വരുവേ. എന്റെ മൂത്തമ്മ എന്നാലും ഇപ്പോഴും അവന് അടികൂടണമെന്നൊക്കെ തോന്നുമ്പോ എന്റെ അടുത്ത് വരും. ലഹളൊക്കെ ആയിട്ട് അടികൂടാനൊക്കെ വരും, കൊച്ചു കാര്യങ്ങളും കണ്ടുപിടിച്ചോണ്ട്. ആ കളിക്കൂട്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ വന്നു കയറിയ മക്കള് പിന്നെ ലോകത്തൊക്കെ നടക്കുന്നതൊക്കെ അറിയാമല്ലോ. മരുമക്കൾക്ക് അമ്മായിയമ്മയെ കണ്ടുകൂടാ, അമ്മായിയമ്മയ്ക്ക് മോൻ എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കുന്ന കണ്ടുപോയ മുടഞ്ഞ മരുമക്കൾക്ക് കടന്തല്, മുഖം മൊത്തം കടന്തല് കുത്തും. അങ്ങനെയൊക്കെയുള്ള മരുമക്കളൊക്കെ ഉണ്ടേ. എവിടെ അങ്ങനെ കാണിച്ചാലും വില പോവില്ല, അതുകൊണ്ട് അവള് കാണിക്കത്തില്ല. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ 2 മരുമക്കളുണ്ട്. 2 മരുമക്കളല്ല, അവരെന്റെ പെമ്മക്കളും. ഞാൻ പ്രസവിക്കാതെ പോയ എന്റെ മക്കളാ അവര്, അല്ലാതെ മരുമക്കളല്ല. മരുമകളായിട്ട് ഞാൻ തള്ളിയതല്ല കേട്ടോ. വേണമെങ്കിൽ എന്റെ മോള് പറയുമോ തള്ളു കണ്ടോ, ഭയങ്കര തള്ളമ്മ തള്ളിയതല്ല. ഞാൻ ശരിക്കും സത്യം പറഞ്ഞു, എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഓരോ അമ്മായിമ്മമാരാണൊക്കെ ഇത് ഇപ്പൊ കിട്ടിയൊരു ചാൻസ് വെച്ച് അടിച്ചു കൊടുക്ക, എല്ലാവരും കാണുമല്ലോ. അങ്ങനെയൊന്നും അല്ല. ഞാൻ ശരിക്കും എന്റെ മനസ്സിലുള്ള സത്യമാണ് ഞാൻ പറഞ്ഞത്. വന്നു കയറിയ മക്കള് എന്റെ മരുമക്കളല്ല, എന്റെ പെമ്മക്കള് തന്നെ അവരെന്റെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാന്ന്. ഇനി അടുത്ത വെക്കേഷനാ, ഇനി കുറച്ചാളത്തെ എനിക്ക് വെക്കേഷനാ. അപ്പൊ ഇടയ്ക്ക് ഞാൻ വരുന്നു കേട്ടോ. ഓക്കെ.